അതെ, കളക്ടർ പറഞ്ഞ കല്യാണ പാർട്ടിക്കാരല്ലേ നിങ്ങൾ? ആ അതെ അതെ അതെ. എന്നിട്ട് എന്താ ആരും ഇതുവരെ വന്നില്ലേ? അല്ല, പെണ്ണും കൂട്ടർ ഇപ്പൊ എത്തും. അപ്പൊ ചെക്കനും കൂട്ടരും അവരും ഉടനെ എത്തും. ആ അതെ, 11 മണിക്കാണ് പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് വന്നാലും വന്നില്ലെങ്കിലും ഞാൻ വിളിക്കുവേ. ആ സമയം പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അല്ല, ഇതിപ്പോ എന്താ ആരും വരാത്തേ? ഏട്ടത്തേം എത്തി. ഇതെന്താ ആരും എത്തിയില്ലേ? വിളിച്ചപ്പോ ചന്ദ്രയും കൊണ്ട് വേലകാരനും കുടുംബം പോകുന്നുണ്ടെന്ന് അറിഞ്ഞു. പ്രകാശന്റെ കാര്യത്തിലും ആശാന്റെ കാര്യത്തിലും ഒരു വിവരം അറിഞ്ഞിട്ടില്ല. വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ഈ ആശാൻ ഇതെവിടെ? ശിവനാശാനെ. മഹേന്ദ്രൻ അയാളുടെ കുരുട്ട് ബുദ്ധിയിൽ എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ടുണ്ടാവോ? അല്ല, ഇത് മുടക്കാൻ പ്രകാശനെ മാറ്റിയാലും മതിയല്ലോ. ഞാൻ ഒന്നുകൂടെ ആശാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അല്ല, വിളിച്ചു നോട്ടെ. റിംഗ് ഉണ്ട്, പക്ഷെ ഫോൺ എടുക്കുന്നില്ല. ചേച്ചി, പ്രകാശിനെ വിളിച്ചിട്ട് ഫോൺ ഔട്ട് ഓഫ് റേഞ്ച് എന്നാ കാണിക്കുന്നത്. ഞാനും വിളിച്ചു. ചിലപ്പോ റേഞ്ച് കിട്ടാഞ്ഞിട്ടായിരിക്കും. നീ വാ, അകത്തേക്കിരിക്കാം. വാ. കാണുന്നില്ലല്ലോ ഏട്ടത്തിയമ്മേ. വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഞാൻ ഒന്ന് പോയി നോക്കണോ? എവിടെ ഉണ്ടാവും വെച്ചിട്ടാ കമല? അപ്പൊ ഇതാണ് കല്യാണ ചെറുക്കൻ. ചേച്ചി, നീ എന്താ ഇത്ര താമസിച്ചേ? വരുന്ന വഴിക്ക് തടയാൻ ആളുണ്ടായിരുന്നു. പിന്നെ ശിവേട്ടൻ വന്ന് രക്ഷിച്ചത്. ഇവനെ ഞാനൊന്ന് നാറ്റിക്കും. ഇത് വൈറലുമാക്കും. ആ, എന്തായി? ഒരു നല്ല കല്യാണമാണ് മുന്നിലേക്ക് വച്ചു തന്നിരിക്കുന്നത്. ആ കല്യാണം വെച്ച് നിനക്ക് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ നീ ചെയ്യണം. നിന്റെ കഴിവിന്റെ പരമാവധി നീ ഉപയോഗിച്ച് ഞെട്ടിക്കുന്ന ഒരു കണ്ടന്റ് നീ അവിടെ ക്രിയേറ്റ് ചെയ്യണം. ഇതൊരു അവസരമാണ്. കോർട്ടും കളിക്കാരെയും കളിക്കേണ്ട പന്ത് ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. ഇനി ആ പന്ത് എങ്ങനെ കളിച്ച് ഗോൾ വലയത്തിൽ വീഴ്ത്താമെന്ന് ചിന്തിക്കേണ്ടത് നീയാണ്. നിന്റെ ചിന്തയിലാണ്. നിന്റെ ചിന്തകൾക്കിന്ന് മുടിഞ്ഞ വിലയാണ്. അപ്പൊ എങ്ങനെയാ കാര്യങ്ങൾ സെറ്റാക്കിയല്ലേ? എപ്പ സെറ്റാക്കിയെന്ന് ചോദിച്ചാൽ മതി. എന്റെ ക്യാമറ കണ്ണുകൾ എന്ത് ഒപ്പിയെടുക്കാൻ വേണ്ടി രജിസ്റ്റർ ഓഫീസിന്റെ മുന്നിൽ ഞാൻ തുറന്നു വച്ചിരിക്കുകയാണ്. നമ്മുടെ സമയം നല്ലതാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്നു ചേരും. കാത്തിരിക്കാം.
തകർപ്പനൊരു വാർത്തയ്ക്ക് വേണ്ടി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിലാണ്. ഇവിടെ ഇപ്പോൾ ഒരു രഹസ്യ കല്യാണം നടക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ആകാംക്ഷയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആരായിരിക്കും വധുവും വരണമെന്നല്ലേ? അത് സസ്പെൻസ്. കാത്തിരുന്ന് നമുക്ക് ആ കല്യാണം ഒന്ന് കാണാം. ചേച്ചി, ചന്ദ്രേ, എനിക്കെല്ലാം എന്റെ ചേച്ചി തന്നെയാ. പഠനത്തിന് വഴികാട്ടിയായിരുന്നു. ദേ ഇപ്പോ എന്റെ ജീവിതത്തിലും. പഠനത്തിൽ നീ കഴിവ് തെളിയിച്ചു. ഇനി നീ നിന്റെ കുട്ടിക്കളികളൊക്കെ മാറ്റിവെച്ച് ഉത്തരവാദിത്തമുള്ളൊരു ഭർത്താവായി മാറണം. ശരി ചേച്ചി. ദൈവം ഇച്ഛിച്ചതും പാല്, വൈദ്യം കൽപ്പിച്ചതും പാല്. എന്റെ സർവേശ്വര, നീ ഇത്ര പരോപകാരിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ജോൺ സാറേ, ജോൺ സാറിന്റെ ബ്രഹ്മാസ്ത്രം പാഴായില്ല കേട്ടോ. അത് ശരി. അപ്പൊ എന്റെ അനുഗ്രഹമൊന്നും വേണ്ടേ? പിന്നല്ലാതെ വേണ്ടേ? പ്രകാശേ, വാ. ശിവേട്ട, എന്നാ പിന്നെ വൈകിക്കണ്ട. വാ. പിന്നെ ഇതോടെ പിടിച്ചോ.